ആക്ടർ കുറെ നാളായിട്ട് വെട്ടുകുത്തും പീഡിപ്പിക്കലും പിള്ളേരെ തല്ലിലും കണ്ടു ചോപ്പിക്കലും ഒക്കെയാണ്. അപ്പൊ അതിൽ നിന്നും കുറച്ച് മാറിയിട്ട് ഒരു ക്യാരക്ടർ കുറെ നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ കറക്റ്റ് സമയത്താണ് മാർത്താണ്ഡനും ബിനു ശശറാമും ഈ കഥ പറയാൻ വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തതിന് മാർത്തുവിനോടും ബിനുവിനോടുള്ള പ്രത്യേകം നന്ദി. ഏറ്റവും താങ്ക്സ് പറയുന്നത് നമ്മുടെ മാർത്തുവിൻ്റെ അടുത്താണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായി പരിചയപ്പെട്ട അസോസിയേറ്റ് ഡയറക്ടർ മാർത്താണ്ഡനാണ്. അൻവർ ഒരു ദിവസം ഒരു ഹോട്ടലിലേക്ക് എന്നെ കൊണ്ട് ഒരാളെ പരിചയപ്പെടുത്താറുണ്ട് എന്ന് പറഞ്ഞിട്ട് ചോട്ടാ മുംബൈ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ അന്ന് മാർത്തു കുറെ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് എഴുതുന്നതും ചാർട്ട് ചെയ്യുന്നതൊക്കെ കണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അസോസിയേറ്റ് ഡയറക്ടറുടെ പരിപാടി ഇത്രയൊക്കെ ഉണ്ടെന്നുള്ള അറിയാത്തൊരു കാലം. അപ്പൊ ഞാൻ അൻവറോട് അൻവറെ എന്താണ് ഈ മാർത്തുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഒരു ടെൻഷനും ഇല്ല. അതാണ് ദാറ്റ് ഇസ് മാർത്താണ്ഡൻ. അപ്പോ അതില് ഇറങ്ങാതെ പോയൊരു അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാതെ പോയൊരു പാട്ടുണ്ടായിരുന്നു, പൂനില മഴ നനയും. അത് ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ അൻവറിനോട് എപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരുന്നത് മാർത്താണ്ഡനാണ്. അപ്പൊ എൻ്റെ ഒരു അൺഒഫീഷ്യൽ PR ആയിട്ട് അന്ന് മുതലേ ഉള്ളൊരു കക്ഷിയാണ്. അപ്പൊ ഇപ്പോഴാണ് പക്ഷെ നമുക്ക് സിനിമയിൽ എപ്പോഴും പ്രവർത്തിക്കെങ്കിൽ കുറെ ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ നമുക്ക് അല്ലെ ഇങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോഴാണ് നമുക്ക് ശരിക്കും സിനിമയിൽ ഒരുമിക്കാൻ പറ്റിയത്. എന്താണെങ്കിലും അതുപോലെ തന്നെ നല്ലൊരു ക്യാൻവാസ് ഉണ്ടെങ്കിൽ നമുക്കതിൽ വരയ്ക്കാനും എഴുതാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതിയ ബിനു, ഇത് സംവിധാനം ചെയ്ത മാർത്തി, ഇവരെല്ലാവരും കൂടെ നമുക്ക് തന്നൊരു പ്രതലത്തിലാണ് നമുക്ക് സംഗീതം ഇതിൽ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഓൾ മൈ ടീം ഫോർ ദിസ് പ്രോജക്റ്റ്. എൻ്റെ കൂടെ നിന്ന എല്ലാവരും, എൻ്റെ കൂടെ എഴുതിയ ലിറിസിസ്റ്റുകൾ ഹരിനാരായണൻ, ധന്യ സുരേഷ്, മുത്തൂടെ എത്തിക്കില്ല തോന്നുന്നു. അതുപോലെ കൂടെ വർക്ക് ചെയ്ത പാട്ടുകാർ വൈക്കം വിജയലക്ഷ്മി നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ പറ്റിയതിന് എല്ലാവരും നന്ദി പറയുകയാണ്. ആദ്യമായിട്ട് ഈ സിനിമയിലോട്ട് വയ്ക്കുന്ന ഹിരണാണ്. ഇവിടെ എവിടെയെല്ലാം ഉണ്ടാവും, സത്യത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എല്ലാവരും ഹിരണിനെ പറ്റി പറഞ്ഞു. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ആദ്യം വിളിച്ചിട്ട് ഇങ്ങനൊരു വേഷമുണ്ട്, വരണം. ഞാൻ ചോദിച്ചു ആരുടെ പടം? മാർത്താണ്ഡ സാറിൻ്റെ പടമാണ്. ശരിക്കും ഹിരൺ തമാശയ്ക്ക് വിളിച്ച് കളിപ്പിക്കാറുണ്ട്. ചേട്ടാ പറ്റിക്കണം, അല്ല നല്ലൊരു വേഷമാണ്, വരണം. എന്താ ചെയ്യേണ്ടത്, എൻ്റെ ക്യാരക്ടർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ഇതിൻ്റെ സ്വഭാവമായിട്ടൊക്കെ വന്നാൽ മതി, ബാക്കി സാറ് പറഞ്ഞു തരുന്നു. സാറിന് ചെന്ന് കണ്ടു, ചെറിയൊരു അവളെ പറഞ്ഞു തന്നു. ഒത്തിരി സന്തോഷം. എന്തായാലും ഒരു ഫാമിലി സിനിമയാണെന്ന് മനസ്സിലായി. വലിയ സിനിമയുടെ അകത്ത് വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അത്യാവശ്യം പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നില്ല എന്താണ് കഥാപാത്രം. പിന്നെ എന്നെ സംബന്ധിച്ചത് ശരിക്കും സംതിങ് സ്പെഷ്യലാണ്. കാരണം ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ നല്ലൊരു വേഷം ചെയ്യാനായിട്ട്. മിന്നി 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 വന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ വേഷങ്ങളിലൂടെ. അപ്പോൾ ഈ സിനിമയിൽ വേഷം വന്നത് രണ്ടാമത്തെ ദിവസം ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ വീട് ഷിഫ്റ്റിങ് ആയിട്ട് വീട് വരെ ഒന്ന് പോയി. അവിടെ കിടന്ന് തുള്ളി എൻ്റെ തലയിലൊന്ന് അലമാരി പറഞ്ഞു വീണു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 9 സ്റ്റിച്ചിനൊന്ന് ആശുപത്രി ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല, സെറ്റിൽ ആരും അറിയിച്ചില്ല, ദൈവത്തിന് മാത്രം വിളിച്ച് അപേക്ഷിച്ചിട്ടാണ് പിറ്റേ ദിവസം ഞാൻ സ്റ്റിച്ചൊന്നും വിടാണ്ട് വന്ന പടം. ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിക്കുന്നത്, വർക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ഹിരണെ വിളിച്ച് പറഞ്ഞു, ഹിരണെ തലയുടെ അലമാരി വീണ് വലിയൊരു മുറിവുണ്ട്, ആരോടും പറയുന്നത്, എനിക്കിതിൽ അഭിനയിച്ചേ പറ്റും, ഇതിൽ പ്രശ്നമുണ്ടോ? ഞാൻ ഇല്ല, ഓക്കെ ആണെന്ന് തോന്നുന്നു പറഞ്ഞു. ഹസ്ബൻഡിൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു സെറ്റിൽ. വീട്ടിൽ റൂമിലൊന്നും നിൽക്കുമായിരുന്നു. എല്ലാവരും, എല്ലാ ആർട്ടിസ്റ്റുകളും വലിയ വലിയ താരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, നമ്മൾ കുഞ്ഞാൾക്കാരാണല്ലോ. പക്ഷെ ലേഡീസ് എല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അസോസിയേറ്റ്സ് അസിസ്റ്റൻസ് ഒക്കെ. സിംഗർ വൈക്കം വിജയലക്ഷ്മിയാണ് ഇപ്പൊ ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഇനി അത് പാടുന്നുണ്ടോ? 4 വരി ഉണ്ടോ? ഓക്കെ ഇപ്പൊ വേണ്ട, പറയാം. റെഡിയാണ്, എപ്പോൾ വേണമെങ്കിലും റെഡിയാണ് പാടാൻ വേണ്ടി. വൈക്കം വിജയലക്ഷ്മി, അതുപോലെ പ്രണവും ശശിചേട്ടൻ പാടിയിട്ടുണ്ട്, വിദ്യാധരൻ മാഷ് പാടിയിട്ടുണ്ട്. മാർത്താണ്ഡൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, എനിക്ക് കുറച്ച് റിക്വസ്റ്റ് ഉണ്ട് രാഹുല്, എനിക്ക് കുറച്ച് ആളുകൾ ഈ സിനിമയിൽ എങ്ങനെയെങ്കിലും പാടണം. അത് എങ്ങനെയാന്നുള്ളത് രാഹുൽ തീരുമാനിച്ചു, എന്നാൽ എനിക്കൊരു മനസ്സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഇൻകോർപ്പറേറ്റ്, എനിക്ക് ഇത്രയും ആർട്ടിസ്റ്റുകൾ, അതൊരു ക്ലാസ് ഉള്ള, എസ്തെറ്റിക്സ് ഉള്ള, അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇതിൽ പാടണം, പ്രവർത്തിക്കണം എന്നായിരുന്നു മാർത്തുവിൻ്റെ ഏക ആവശ്യം. വേറെ ഒരു കാര്യത്തിലും മാർത്തു ഇടപെട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഇത്തരം ആളുകളൊക്കെ എനിക്ക് ഇതിനെ ഒരുമിപ്പിക്കാൻ പറ്റി. ഇറ്റ്സ് കം ഔട്ട് ആസ് എ വെരി ബ്യൂട്ടിഫുൾ, പീസ്ഫുൾ, ബ്യൂട്ടിഫുൾ ആൽബം. എന്തായാലും താങ്ക് യു ഫോർ ദിസ് ഈവനിങ്, താങ്ക് യു ഫോർ ദിസ് മൂവി. ആൻഡ് ഹിരൺ, എവിടെ ഞാൻ ഹിരണിന്റെ പേര് ചെയ്തിരിക്കുന്നത് ഹിരൺ മാർത്താണ്ഡൻ ആണ്. നിങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്നെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഹിരൺ, ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞ പോലെ, മോഹൻ ചേട്ടാ
മോഹൻചേട്ടൻ്റെ ഒരു ശല്യം ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്, കുറച്ചും കൂടെ പൈസ എങ്ങനെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഹിരണാണ് ഇതുപോലെ തന്നെ എൻഡ് ടു എൻഡ് നമ്മളോട് നിൽക്കുകയും ഇന്നലെ പോലും ഈ ഫയൽസ് അപ്ലോഡ് ചെയ്യാനും അത് ശരിയായോ ഇത് ശരിയായോ. ഐ വാസ് തിങ്കിങ് ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞ് നിന്നപ്പോൾ നമ്മുടെ ആക്ടേഴ്സ് എല്ലാവരും പോകും, അതായത് ഡബിന് വരും, അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻകാരിൽ ഉൾപ്പെടും. ഇതെല്ലാം കഴിഞ്ഞാലും സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും ഒരുപക്ഷെ ബാക്കി എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞാലും വർക്ക് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവരാണ് ഒരുപക്ഷെ നമ്മുടെ സിനിമയെ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയെ നിലനിർത്തുന്നതെന്ന് തോന്നുന്നു. എനിവേസ്, താങ്ക് യു ഫോർ ദിസ് ഈവനിങ്. താങ്ക് യു എവരിബഡി. എല്ലാവരും മാർത്തുവിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ ശരിക്കും ഒരുപാട് പറയാനുള്ള ഒരു വ്യക്തിയാണ് മാർത്തു എന്ന് പറയുന്നത്. ഞങ്ങള് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടിരിക്കുന്ന കാലം മുതലുള്ള ബന്ധമാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും, ജീൻപോളിലാല് ഒരു ഇന്റർവ്യൂവില് മാർത്താണ്ഡനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു അസോസിയേറ്റിന്റെ ഗുണങ്ങളെയും അസോസിയേറ്റിന്റെ ആത്മാർത്ഥതയെയും പറ്റി പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾക്ക് അതിൻ്റെ ഒരു ഇന്റർവ്യൂ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൊഡക്ഷൻ മാനേജർമാരാണ്. കാര്യം രാത്രി ഒരു 12 മണിയാവും, അടുത്ത ദിവസം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് കിടക്കാനായിട്ട് പോകുമ്പോൾ 2 മണിയാകുമ്പോൾ പുള്ളി വീണ്ടും വിളിക്കും, നാളത്തെ കാറ് രാവിലെ തന്നെ വരുമല്ല, എൻ്റെ പുള്ളി ഏതാ കിടന്നുറങ്ങി, ഞങ്ങളൊന്ന് ഉറങ്ങിക്കോട്ടെ. അതായത് പ്രൊഡക്ഷൻ മാനേജർമാരെ ഏറ്റവും കൂടുതൽ പണിയെടുപ്പിക്കുന്ന ഒരു അസോസിയേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് അസോസിയേറ്റുമാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് മാർത്തുവിനെ പോലെ അങ്ങനെ ഒരു പണിയെടുപ്പിക്കുന്ന ഒരു അസോസിയേറ്റും മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുപോലെ തന്നെ മാർത്താണ്ഡൻ്റെ ഒരു മനസ്സെന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ സിനിമ ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാനോട് ഒരു ഫണ്ടും കൂടി ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്. സിനിമ അത്യാവശ്യം നല്ല സിനിമയൊക്കെ എന്തോ ആ സമയത്ത് തിയേറ്ററിൽ കാര്യമായിട്ട് ഓടിയില്ല. ഓടാതെ വന്ന അവസരത്തില് ഞാൻ കണ്ടേക്കുന്ന ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് സാധാരണ പടമൊക്കെ ഇറങ്ങി പടമൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാത്ത ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. ഒരാഴ്ച എൻ്റെ ഓഫീസിൽ നിന്ന് മാറാതെ വന്നു ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കാൻ എന്ത് ചെയ്യുന്നു, എന്റെ ക്ലാസ്സിൽ നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് അടുത്തൊരു സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കാം. കാര്യം മഹാറാണി സൂപ്പർ ഹിറ്റ് ആയിട്ട് വേണമെന്ന് എനിക്ക് ഇയാളെക്കൊണ്ട് പെണ്ണേടിക്കാൻ. അത് പക്ഷെ നടന്നിട്ടില്ല. ഇനിയിപ്പോ ഈ പടം സൂപ്പർ ഹിറ്റ് ആക്കിയിട്ട് വേണം എനിക്ക് ഇയാളെക്കൊണ്ട് പെണ്ണേടിക്കാൻ. പെട്ടെന്ന് ഞാനൊരു ഫാനാണ് ശരിക്കും. സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഓ ബേബിയിൽ അഭിനയം കണ്ടിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റ്. കാരണം തോക്ക് പിടിച്ചോണ്ട് പോകുന്ന ദുഷ്ടനൊന്നുമല്ല, എന്തൊരു ക്യൂട്ടായിട്ടുള്ള ഒരാളാണ്. ഇനിയും ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. കാരണം എന്റെയൊക്കെ ഫാമിലിയിലുള്ള ഒരുപാട് കാരണന്മാരുടെ ആ ലുക്കാണ്, ഗ്രേസ്. അപ്പൊ അതിന്റെ റിക്വസ്റ്റ് ആണ് ആക്ടിങ് തുടരണം. പിന്നെ നന്ദി പറയുന്നത് മോഹൻചേട്ടൻ തന്നെയാണ്. കാര്യം നിർമ്മാതാവ് ഇല്ലെങ്കിൽ ഒരു സിനിമ ഒരിക്കലും നന്നായി വരട്ടെ. അപ്പോഴാണ് ഇതിനൊക്കെ എല്ലാ തരത്തിലും കുറച്ചുകൂടെ സന്തോഷ വാർത്തകൾ ഉണ്ടാവുക. 5 മക്കളുടെ അമ്മ, അതിലെ ഏറ്റവും മൂത്ത മോൻ വിജയരാഘവൻ, ഇങ്ങനെ അതിന്റെ താഴേക്കുള്ളവരാണ്. അപ്പൊ വളരെ സന്തോഷം. നല്ലൊരു സിനിമയാണ് ഇത്. കഥ പറയാനായിട്ട് എന്റെ വീട്ടിൽ വന്നപ്പോ മാത്രം പറഞ്ഞു ഞാനൊരു സാധനങ്ങൾ തരും, അത് ഞാൻ നന്നായിട്ട് ചെയ്തു തന്നേക്കണം. അത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും തിയേറ്ററിൽ കാണാം, എല്ലാവരും വരണം, വന്ന് കാണണം, മറ്റുള്ളവരോട് പറയണം. ഇങ്ങനെ ഒരു കുടുംബ സമയത്ത് വന്ന് കാണാൻ പറ്റിയ സിനിമ ഈ ഇടയ്ക്കൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. തല്ലും വെട്ടും കുത്തും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഒരു നല്ല സിനിമ സന്തോഷിക്കാനും ചിരിക്കാനുമായിട്ട് ഒരു സിനിമയാണിത്. എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എടുത്തു പറയണില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ എനിക്കും ഒരു ഭാഗമാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ദൈവത്തിന് നന്ദി പറയുന്നു. മാർത്താണ്ഡൻ ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യാനായിട്ടുള്ള വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡ്യൂസർ മോഹൻ, എനിക്കങ്ങനെ പറയാം മോഹൻ, കാരണം ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. ഞാനൊരു സന്തോഷത്തോടുകൂടി തന്നെ പറയുന്നത്, ഈ കൂട്ടത്തിൽ പറയുന്നത് തെറ്റായെന്ന് എനിക്ക് തോന്നില്ല, പക്ഷെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. മോഹനും ഞാനിവിടെ കുറെ കുടുംബകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഞങ്ങളെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞതാണ്, ഏതൊരു പ്രൊഡ്യൂസറും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഇതൊരു നല്ല വാക്ക് പറഞ്ഞത്. ഞാൻ ഈ പടം ചെയ്യുമ്പോൾ ചേച്ചി എനിക്കുള്ളത് എന്താണെന്നറിയോ, മനസ്സുഖം. ഇത്രയും ആളുകൾ, ഈ കാണുന്ന ആളുകൾ മുഴുവനും എൻ്റെ ഒരു പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്ന എൻ്റെ ഒരു സാന്നിധ്യത്തിൽ ഭക്ഷണം കഴിക്കുക, യാത്ര ചെയ്യുക, അവർക്ക് നമ്മൾ കൂലി കൊടുക്കുക, അത് എല്ലാവരും കൂടി ഇങ്ങനെ പങ്കുവെക്കാൻ എനിക്ക് സാധിച്ചു. ഞാൻ കുറെ കാശുണ്ടാക്കി മരിച്ചുപോയി, ആരെങ്കിലും പറയൂ എന്നെ പറ്റി.
പക്ഷെ ഇത് ഓർമ്മയിൽ എന്നും നിൽക്കാനുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ചേച്ചി തോന്നുന്നു. എനിക്കത് കേട്ടപ്പോഴുണ്ടായ ഒരു ശരിക്കും സങ്കടം വന്നു. എനിക്ക് ഇത്രയും നല്ലൊരു മനുഷ്യനാണെല്ലാം ഈ പടം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ വിജയം മോഹന്റെ ഒരു നല്ല ഒരു വിജയമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞു. Thank you so much, Chechi. Next, let me invite Raji and Raji's friend to please join me on stage. Raji. ഓട്ടത്തുള്ളിലേക്ക് വരുമ്പോൾ എനിക്ക് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇങ്ങനെ ഒരു വേദിയിൽ ഇത്ര വലിയ ആർട്ടിസ്റ്റുകളുടെ ജനത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുമെന്നുള്ളതിൽ എനിക്ക് ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതിന് എന്തായാലും ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പോൾ ഈ ഓട്ടത്തുള്ളിൽ സംഭവിച്ചത് ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ ഞാനത് വിഷ്ണുവിനെ എല്ലാവരും കേൾപ്പിച്ചു. ഇതെങ്ങനെ നമ്മൾ ആരെ കൊണ്ട് ചെയ്യിക്കും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് ശരത്ത് എന്ന് പറഞ്ഞ ശരത്താണ് എന്നോട് പറഞ്ഞത്, അതായത് മാർത്താണ്ഡൻ ചേട്ടൻ ചെയ്യും, പുള്ളിനെ കൊണ്ട് കേൾപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു വൈകുന്നേരം ഞാൻ മാർത്താണ്ഡൻ ചേട്ടൻ വിളിക്കുന്നു, ചേട്ടാ എൻ്റെ ഒരു സംഭവം ഉണ്ടെന്ന് കേൾക്കും. അങ്ങനെ പുള്ളി ഈ കഥ കേൾക്കുന്നു. കഥ കേട്ടിട്ട് അപ്പം തന്നെ പുള്ളി എന്നോട് പറഞ്ഞു, എടാ ഹിരൺ വിളിച്ച് പറഞ്ഞ് എടാ ഇത് നമുക്ക് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹിരൺ മഹാജനും മാർത്താണ്ഡൻ ചേട്ടനുമാണ് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മോഹനൻ ചേട്ടൻ, എനിക്ക് അദ്ദേഹം നേരത്തെ പരിചയമുണ്ടായിരുന്നു, മാർത്താണ്ഡൻ ചേട്ടൻ പരിചയമുണ്ടായിരുന്നു. അങ്ങനെയാണ് മാർത്താണ്ഡൻ ചേട്ടൻ മോഹൻ ചേട്ടനെ വിളിക്കുന്നു, മോഹൻ ചേട്ടൻ വരുന്നു. പിന്നെ ഈ പറഞ്ഞ എന്നോട് എന്നെ എഴുത്തിൽ സഹായിച്ച ദീപു പുരുഷോത്തമനുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. എനിക്ക് ഇവിടെ നിന്നപ്പോൾ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി, എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, എല്ലാം മറന്നുപോയി. അപ്പൊ എന്തായാലും ഈ സിനിമ ഒരുപാട് ഹിറ്റാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു തമാശ കൂടി പറയാം ചേട്ടാ, അതായത് തീയത്തലവി എന്നുള്ള സോങ്ങിന്റെ സമയത്ത് അതിന്റെ ഒരു സോങ്ങിന്റെ വരി എന്ന് പറഞ്ഞാൽ തീയത്തലവി പാമ്പയണിഞ്ഞോളേ അരക്ക് കൈകോർത്തിൻ അരയിലിട്ടോളേ മഞ്ഞുമലരാജൻ. ഈ വരി വന്നപ്പോ ഈ ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കി മാറുന്ന ചേട്ടൻ. എടാ മഞ്ഞുമലരാജൻ എന്ന് പറഞ്ഞ ഗുണ്ടേനൊക്കെ ഈ വരി വിഷയമായി രാവിലെ വിളിക്കുന്നു, മഞ്ഞുമലരാജൻ ആരാ മഞ്ഞുമലരാജൻ, ഭയങ്കര വിഷയമായി. അവസാനം രാവിലെ പറഞ്ഞ് ചേച്ചിനെ വിളിച്ചിട്ട് അതിന്റെ റൈറ്റ് ചേച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ സംഭവം, മഞ്ഞുമല രാജനല്ല മഞ്ഞുമല രാജൻ, അതായത് ശിവനാണ് മഞ്ഞുമല രാജൻ. അത് ഉദ്ദേശിച്ചത് മഞ്ഞുമല രാജൻ എന്നൊരു ഗുണ്ടയുടെ പേര് എഴുതി വെച്ചു. അപ്പൊ എന്തായാലും ആ ഒരു തമാശയോട് പറഞ്ഞാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എന്റെ ഈ പ്രോഗ്രാമിൽ വന്ന എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. അപ്പൊ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണാം. അത്തരം സിനിമകൾ വിജയിച്ചെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ ഒരുപാട് നായകന്മാരെ വെച്ച് സിനിമ ചെയ്തൊരു ഡയറക്ടറാണ്. ഞാൻ മാറി ചിന്തിക്കുന്ന ഒരു സിനിമയാണിത്. അപ്പൊ ഞാൻ മാറി ചിന്തിക്കുമ്പോൾ, കാരണം എപ്പോഴും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നായകന്മാരും ഫോൺ എടുക്കില്ല, കഥ കേൾക്കാൻ പോലും സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മാറി ചിന്താലേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ കൊണ്ടുവന്നത് മമ്മൂട്ടി സാറാണ്, അവരിൽ കൂടുതലാണെന്ന് പറയും. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്നുകൊണ്ട് തന്നെ സിനിമയിൽ മരിക്കുന്ന കാലം വരെ സിനിമ സംവിധാനം ചെയ്യുന്ന ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ പ്രേക്ഷകരാണ് എൻ്റെ ശക്തി. അവർ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മാറി. കാരണം എപ്പോഴും വിജയിക്കുമ്പോൾ എല്ലാവരും ക്രെഡിറ്റ് എടുക്കും, പക്ഷെ പരാജയപ്പെട്ട് കഴിയുമ്പോൾ അനുഭവിക്കാൻ പ്രൊഡ്യൂസറും ഡയറക്ടറും മാത്രമേ കാണത്തുള്ളൂ. ആ അനുഭവമൊക്കെ അറിഞ്ഞ ആളാണ് ഞാൻ. വിജയവും പരാജയത്തിന്റെ രുചി അറിഞ്ഞ ഞാനാണിത്. പക്ഷേ ഓട്ടത്തുള്ള ഞാൻ വിജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന ഒരു കളിയാണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകർ എനിക്ക് ഇത്തരം സിനിമകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റും. എല്ലാവർക്കും വന്ന എല്ലാവർക്കും, എൻ്റെ ടെക്നീഷ്യന്മാർക്കും എൻ്റെ കൂടെ സഹകരിച്ച എല്ലാവർക്കും, എൻ്റെ നടീനടന്മാർക്കും, ഇന്ത്യൻ സിനിമയിൽ തന്നെ മികച്ച നടന്മാരും നടിമാരുമാണ് എൻ്റെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു കാര്യം ഉറപ്പുണ്ട്, ഹൃദയം കൊടുത്ത് ഞാൻ ചെയ്ത പടം ഓട്ടത്തുള്ളൽ. നിങ്ങളത് സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കഴിച്ചിട്ട് പോകും.